ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കുറച്ചധികം നാളായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ. അഞ്ജൂസ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ചുവടുകൾ, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആയിട്ട് 3 വ്യത്യസ്ത ചുവടുകളിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ മൂലമാണ് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അപ്പം അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റെപ്പുകളൊന്ന് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഏതിൻ്റെ കൂടെ, ഇപ്പോൾ കുമ്മിച്ചൂടായിക്കോട്ടെ, പദവായിക്കോട്ടെ, എന്തിൻ്റെ കൂടെയും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ചുവടുകളാണ് കേട്ടോ. കണ്ടിട്ട് വരാം. ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് നോക്കണം. നമ്മൾ ആദ്യം വലത്തെ കാലം മുമ്പോട്ട് വയ്ക്കുക. 1, കൈ ഇതാ ഇങ്ങനെ വെക്കുന്നു, കണ്ടോ? ഇടത്തെ കാല് ബാക്കിലല്ലേ ഇരിക്കുന്നത്, അത് കൂട്ടിത ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഏത് കാലാണ് ബാക്കി വന്നേക്കുന്നത്? വലത്തെ കാലല്ലേ. അത് അങ്ങനെ തന്നെ ഒന്നുകൂടി 2, കണ്ടോ? ഇനി മുൻപത്തെ കാല് 3 എന്ന് പറഞ്ഞ് വെക്കുക. കാണുന്നുണ്ടല്ലോ. എന്നിട്ട് 1, 2, 3, 4. എൻ്റെ 2 കാലം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഇടത്തെ കാല് മുൻപോട്ട് ഇങ്ങനെ വെക്കുന്നു, വലത്തെ കാല് കറക്കിത് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ നമ്മുടെ ഏത് കാലാണ് ബാക്കി വരുന്നത്? ഇടത്തെ കാലല്ലേ. അത് തന്നെ ഒന്നും കൂടെ അവിടെ തന്നെ ചവിട്ടണം. ഇത് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഇടത്തെ കാലിലേക്ക് ബാക്കി ഇരിക്കുന്നത് അത് മുൻപോട്ട് കൊണ്ടുവന്ന് 1, 2, 3, 4, 1, 2, 3, 4 എന്ന് എടുക്കുക. ഇനി ഞാനിത് ഓർഡറിൽ ഒന്നും കൂടെ കളിച്ച് കാണിക്കാൻ ശ്രദ്ധിക്കണേ. വലത്തെ കാലെടുത്താണ് നമ്മൾ തുടങ്ങുന്നു. 1, 2, 3, 4, 5, 6, 8. 1, 2, 3, 4, 5, 6, 7, 8, 5, 6, 7, 8. ഇത്രയേ ഉള്ളൂ കാര്യം. പാട്ടിനോടൊന്നൊന്ന് കളിച്ചു നോക്കാം. ശ്രദ്ധയും ശ്രദ്ധയും ക്ലിയർ ആണോ? രണ്ടാമത്തെ ഒരു ചുവട് കാണിച്ചു തരാം. അത് സിമ്പിളായിട്ടുള്ള 8 ചുവട് പോലെ തന്നെ ഒരു ചുവട്. കൈതാ ഇതുണ്ട, കൈതാ ഇങ്ങനെ മലത്തിയാണ് പിടിക്കുന്നത്. അതെ, ആദ്യം വലത്തെ കാലം മുമ്പോട്ട് വയ്ക്കുന്നു, 1. ബാക്കി ഇരിക്കുന്ന കാല് 2. ഇനി മുന്നേ ഇരിക്കുന്ന വലത്തെ കാലം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 3, 4. ഇനി ഇപ്പുറം ഇരിക്കുന്ന ഈ വലത്തെ കാല് ബാക്കിലോട്ട് 5. മുന്നേ ഇരിക്കുന്ന കാല് 6. കൈ വെറുതെ താഴെ ഇടുന്നു, 7, 8. ഇങ്ങനെയാ 1, 2, 3, 4, 5, 6, 7, 8. ഇതേ സാധനം നമുക്ക് അപ്പുറത്തോട്ടും എടുക്കാം. അപ്പോൾ ഇടത്തേക്കാല് മാത്രം പോവാവുള്ളൂ. ഇടത് വെച്ചു, വലത് ചവിട്ടി, ഇടത് വെച്ചു, വലത് ചവിട്ടി, ഇടത് വെച്ചു, വലത് ചവിട്ടി, ഇടത് ചവിട്ടി, വലത് ചവിട്ടി. കവി വളരെ സിമ്പിളാണ്. കേട്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ? ഏത് പാട്ടിൻ്റെ കൂടെ നമുക്കിത് പോകും. റെഡി? 1, 2, 3, 4, 5, 6, 7, 8. ഇത് നമുക്കറിയാവുന്ന ചുവടല്ലേ. ഇതാദ്യം എടുക്കാം. ഇനി എല്ലാവരും സൈഡിലേക്ക് ചെയ്യുക. വലത്തെ കാല് വെക്കുക, 1. ഇടത്തെ കാല് വെക്കുക, 2. ചുമ്മാ നടക്കുക. ഇനി വലത്തെ കാല് വെച്ചിട്ട് 3, 4. ഇനി നേരെ റിവേഴ്സ് കിടക്കുക. 1, 2, 3, 4. മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. സിമ്പിളാണ്. ആദ്യം വലത്തോട്ട് നടന്നിട്ട് ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. പിന്നെ ഇടത്തോട്ട് നടന്നിട്ട് ഇങ്ങനെ വെക്കുന്നു,
ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും കളിച്ചാൽ മതി. ഒന്നുകൂടെ നോക്കാം നമുക്ക്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പുതിയ ചുവടുകൾ? അത്ര പാടല്ല, പക്ഷേ എന്നാൽ ഇച്ചിരി വെറൈറ്റി ചുവടുകളല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പഠിക്കുക. നിങ്ങൾ പരിപാടികൾക്ക് പോകുമ്പോൾ ഈ സ്റ്റെപ്പുകൾ എവിടെയെങ്കിലുമൊക്കെ ഓർത്ത് വെച്ച് നമ്മളതും കൂടി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റുക കേട്ടോ. നല്ല നല്ല ചുവടുകളല്ലേ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്ത് വീഡിയോ ആണ്, കുറച്ച് പേര് കുറച്ച് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ എത്രയും വേഗം തന്നെ അതൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നേരം വരെ എല്ലാവർക്കും നന്ദി.